ആപ്പാണോ? ഫോൺ ആപ്പ്. അവിടുന്ന് പൈസ എടുക്കുമായിരുന്നു? അതെന്ന് വെച്ചാൽ അറിയാൻ വയ്യ, മറന്നുപോയി. എത്ര രൂപ എടുത്തിട്ടുണ്ട്? അതായത് ഇവിടെ ഫോണിൻ്റെ ആപ്പ് അവിടുന്ന് പൈസ എടുക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അറിയില്ല, അല്ലെങ്കിൽ അറിയാൻ വയ്യ, മറന്നുപോയി എന്നുള്ളതാണ്. അതായത് നേരത്തെ അവർ അൺക്ലിയർ ആയിട്ടുള്ള, അവർക്ക് അൺസർട്ടൺ ആയിട്ടുള്ള, അൺഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയാൻ ഉദ്ദേശിച്ച ഒരു വാക്കെന്ന് പറയുന്നത് ഓർമ്മയില്ല എന്നുള്ളതാണ്. ഇവിടെ അവിടുന്ന് മാറി അറിയില്ല, മറന്നുപോയി എന്നുള്ള ഒരു പുതിയൊരു വാക്ക് വന്നുണ്ട്. ഇതൊരു സഡൻ ചേഞ്ചാണ് അവരുടെ പേഴ്സണൽ ഡിക്ഷണറിയിലുള്ള വാക്കിൻ്റെ അതായത് അവർ അറിയില്ല എന്ന് അല്ലെങ്കിൽ മറന്നുപോയി എന്ന് പറയുന്നത് ഓർമ്മയില്ല എന്ന് പറയുന്നതും തമ്മിൽ എന്തോ ഒരു ഡിഫറൻസ് അവർക്ക് ഇന്റേണലി ഉണ്ട്. അതുകൊണ്ട് അവർ ആദ്യമേ പറയുന്നത് അവർക്ക് അറിയില്ല, മറന്നുപോയി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇതിനെ ബേസ് ചെയ്ത് ഫോൺ ആപ്പിൽ നിന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയായിരുന്നെന്ന് ചോദിക്കുന്ന സമയത്ത് എഗെയിൻ ആ ഒരു ന്യൂട്രൽ ബിഹേവിയറിൽ നിന്ന് ഒരു സഡൻ ഹൈ പിച്ചിലേക്ക് അവരുടെ വോയിസ് മാറി, അവരുടെ എനർജി കംപ്ലീറ്റ്ലി ചേഞ്ചായി. വിളിച്ചായിരുന്നു, അന്ന് വിളിച്ചായിരുന്നു, തലേദിവസം വിളിച്ചായിരുന്നു, പിറ്റേ ദിവസം വിളിച്ചായിരുന്നു. എക്സ്ട്രാ ഇൻഫർമേഷൻസ്, അതായത് നമ്മൾ ചോദിക്കാത്ത എക്സ്ട്രാ ഇൻഫർമേഷൻ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് നിരീഷ് ഗോപാലകൃഷ്ണൻ. ഹ്യൂമൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നെ അദ്ദേഹത്തിനുണ്ട്. മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ശരീരഭാഷ, അവരുടെ ബിഹേവിയർ ഒക്കെ വെച്ച് തന്നെ ഒരാൾ പറയുന്നത് കള്ളമാണോ അല്ലെങ്കിൽ സത്യമാണോ എന്നത് അദ്ദേഹത്തിന് ഈ ഒരു ബിഹേവിയർ ചേഞ്ചസ് അല്ലെങ്കിൽ അവരുടെ ശരീരഭാഷ ഘടന കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ള ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിരീഷ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. മുൻപ് നമ്മുടെ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ ലക്ഷ്മി കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ മനോരമ ഓൺലൈൻ ന്യൂസിൽ. അന്ന് ലക്ഷ്മിയുടെ ലക്ഷ്മി അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പറയുന്നത് തന്നെ എല്ലാം പ്ലാൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ തന്നെ ഇദ്ദേഹം ആ ഒരു ശരീരഭാഷ, ബിഹേവിയർ വെച്ച് തന്നെയാണ് ഇത് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഇന്ന് ഇദ്ദേഹം വന്നിരിക്കുന്നത് അഫാൻ വെഞ്ഞാറമൂട് കൂട്ടക്കൊലവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അതായത് കഴിഞ്ഞ ദിവസമാണല്ലോ അഫാന്റെ മാതാവായ ഷെമി 24 ന്യൂസിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എല്ലാ മാധ്യമങ്ങളിലും ന്യൂസ് വന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ തന്നെ ഇവർ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. ഇവർ പറയുന്നത് കള്ളമാണ്, കാരണം അവർ പറയുന്ന കാര്യങ്ങളിൽ തന്നെ ഒരു വ്യക്തതയും ഇല്ല. അത് നമ്മൾ കാണുന്ന ഒരു സാധാരണ വ്യക്തിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർ പറയുന്നത് കള്ളമാണോ, അവരെ മനഃശാസ്ത്രപരമായിട്ടും അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ്, അവർ പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ചെയ്താണ് ഇവിടെ നിരീഷ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. കാര്യങ്ങളായിരിക്കും, പക്ഷെ അന്ന് അതായത് ഈ സംഭവ ദിവസം എന്താണ് നടന്നത് എന്ന് ഉമ്മയ്ക്ക് കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ? കുറച്ച് കാര്യം ഓർമ്മ ഉണ്ട്. പിന്നെ മോൻ കഴുത്തിലെറുതിയിട്ട് പിന്നെ മച്ചി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയി അവൻ. പിന്നെ ഒന്നും ഓർമ്മയില്ല എനിക്ക്. കുറച്ച് കാര്യങ്ങൾ ഓർമ്മയുണ്ട്, ചിലത് ഓർമ്മയില്ല. ഇത് തന്നെയായിരുന്നു സാധാരണക്കാരായ നമ്മൾക്ക് ഡൗട്ട് അടിച്ചതല്ലേ. അവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഓർമ്മയുണ്ട്, ഓർമ്മയില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നിയിരുന്നു. എന്നാൽ നിരീഷോടെ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഈ വീഡിയോയിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് റിപ്പോർട്ടർ ചോദിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരുടെ മകൻ അഫ്വാൻ അവരെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു, അതിനുശേഷം ക്ഷമിക്കണം എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അവർ വളരെ കുറച്ച് ഓർമ്മയേ ഉള്ളൂ, പക്ഷേ അത് അവർ റിപ്പോർട്ടർ ചോദിക്കുന്ന സമയത്ത് അത് പറയുന്നുണ്ട്. ശരിയാണ്, അവര് ചോദിക്കുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഓർമ്മയുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഓർമ്മയില്ല, ഓർമ്മയുണ്ട്, ഓർമ്മയില്ല. ഇത് തന്നെയാണ് മലയാളികളെയും കൺഫ്യൂഷൻ ആക്കിയത്. കാരണം ഒരു വ്യക്തതയും അവർ ആ ഒരു കാര്യത്തിൽ പറയുന്നില്ല. അന്നത്തെ ദിവസമേ അതിന് മുൻപ് നടന്ന എന്താ? അഫ്സാന, നമ്മുടെ ഇളയ കുഞ്ഞുണ്ടല്ലോ, എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് ബസ്സിന് കയറ്റി വിട്ടു. പിന്നെ ഞാൻ വീട്ടിനകത്ത് വന്ന് കയറി, ഇതേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി കൊച്ചിന് കൊടുത്തു വിട്ട്, കഴിക്കാൻ കൊടുത്തു വിട്ട്. ഒരു ദിവസം എന്ത് സംഭവിച്ചു എന്ന് ഇവിടെ റിപ്പോർട്ടർ ചോദിക്കുമ്പോഴത്തേക്ക് അന്ന് അഫ്സാനെ സ്കൂളിലേക്ക് വിട്ടു, പിന്നെ വീട്ടിലേക്ക് വന്നു, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഓരോ സംശയങ്ങളും ഉണ്ടാകുന്നത്. അന്നത്തെ ദിവസം രാവിലെ ഉമ്മ അഫ്സാനെ നമ്മുടെ ഇളയ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് വിടുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മ അവിടെ പാത്രം കഴുകുന്നതാണ് ഉമ്മ പറഞ്ഞത്. പാത്രം കഴുകിയപ്പോഴത്തേക്കാണ് തിരിച്ചു വന്നപ്പോൾ പുറകെ കൂടെ ഈ അഫാൻ കഴുത്തിൽ ഷോളിട്ടു. ഉമ്മ ക്ഷമിക്കും, അങ്ങനെയാണോ എന്താ പറഞ്ഞത്? അവൻ അങ്ങനെയാണ് പറഞ്ഞത്, ക്ഷമിക്കണേന്ന് പറഞ്ഞു. അപ്പം അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല, മോനെ ഒന്നും വേണ്ടിയില്ല. പിന്നെ ഫർസാനെ വിളിച്ചിട്ട് ഒറ്റ മക്കളെ മച്ചി ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കൊച്ചിനൊക്കെ എന്നൊക്കെ കണ്ടില്ല. മച്ചിക്ക് എനിക്ക് സ്വപ്നം കാണും പോലെ തോന്നി, ഇങ്ങനെ കൈയിട്ട് അടിച്ചിട്ട് സ്വപ്നം കാണും പോലെ തോന്നി. ഇത് അന്നത്തെ ദിവസം സംഭവിച്ചതിനെ കുറിച്ചാണ് ഈ ഒരു മാതാവ് ഈ ഒരു റിപ്പോർട്ടറിനോട് പറയുന്നത്. പിന്നിൽ വന്ന് കഴുത്തിന് ഷോളിട്ട് കുരുക്കി ഉമ്മച്ചി ക്ഷമിക്കണേ എന്ന് പറഞ്ഞായിരുന്നു ഇവരെ ഷോളിട്ട് കുരുക്കിയത്. ഷോളിട്ട് കുരുക്കിയതിനു ശേഷം പിന്നെ അവർക്ക് ഒന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അതായത് പോലീസുകാർ വന്ന് ആ ഒരു ജനലിൽ തട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വാതിലിൽ തട്ടുമ്പോഴാണ് അവർക്ക് ഒന്ന് തുറന്നു നോക്കിയെന്നാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് അവർക്ക് ഓർമ്മയില്ല. ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നാണ് അവർ എടുത്തു പറയുന്നത്.
അതായത് ഇവിടെ പറയുന്നത് അവർ അഫ്ഫാൻ കഴുത്തിന് ഷോൾ ഇട്ട് ചുറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും മിണ്ടിയില്ല, അതായത് അഫ്ഫാൻ ഒന്നും മിണ്ടിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിനുശേഷം അവർ പറയുന്നത് എനിക്ക് സ്വപ്നം കാണുന്ന പോലെ തോന്നി. അതായത് അവരുടെ കഴുത്തിൽ ചുറ്റി കഴിഞ്ഞപ്പോൾ അവർക്ക് ഓക്സിജൻ ഡിപ്രിവേഷൻ, അതായത് ഓക്സിജൻ ഇല്ലാത്ത, അവർക്ക് ബ്രെയിനിലേക്ക് ഓക്സിജൻ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു നിയർ അൺകോൺഷ്യസ് ലെവലിലേക്ക് അവർ പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാധ്യത അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, അവർക്ക് അവരുടെ മകൻ, അതുപോലെ പ്രിയപ്പെട്ട മകൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്കും ഉണ്ടാവുന്ന ഒരു ഡിസോസിയേഷനോ അല്ലെങ്കിൽ റിയാലിറ്റി ആണോ അല്ലെങ്കിൽ ഇതൊരു സ്വപ്നമാണോ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ രണ്ടും സൈക്കോളജിക്കൽ സൈഡും ബയോളജിക്കൽ സൈഡും കൂടെ നോക്കുമ്പോൾ ഇവർ പറയുന്ന അവർ സ്വപ്നം പോലെ കണ്ടു, ഒരു ഹാലൂസിനേഷൻ ആണോ എന്നറിയില്ല, റിയാലിറ്റി ആണോ എന്നറിയില്ല എന്ന് പറയുന്നത് കാര്യം നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇവിടെ നിരേഷ് പറഞ്ഞ കാര്യം അത് ശരിയാണ്. അത് കാരണം നമുക്ക് സമ്മതിക്കാൻ, താൻ ഇത്രയും സ്നേഹിച്ച തന്റെ മകൻ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർക്ക് പെട്ടെന്ന് ആ ഒരു നിമിഷത്തിൽ സ്വപ്നം കാണുന്നത് പോലെയൊക്കെ തോന്നി, ഒരു ഹാലസിനേഷൻ. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഓക്സിജൻ ലെവലിന്റെ ആ ഒരു കുറവും, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു സംഭവത്തിന് ശേഷം ഒന്നും ഓർമ്മയില്ല എന്നെടുത്ത് പറയുന്നതും മെയിൻ കാരണം ചിലപ്പോൾ ഇതായിരിക്കാം അല്ലേ? സംഭവിക്കില്ല എന്ന് പറയാൻ കാരണം എന്തുമ്മ? എനിക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കഴുത്തേല് ഷോള് മുറിക്കാൻ അമ്മ ഇങ്ങനെ കിടക്കുക അവിടെ. കിടക്കാരെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. പിന്നെ ഈ അഫ്ഫാനപ്പം എന്താ പറഞ്ഞിട്ട് പോകുന്നു ഉമ്മ അടുത്ത്? പിന്നെ പറഞ്ഞ് മച്ചി ക്ഷമിക്കണേ, അപ്പം ഞാൻ വർത്താനെ വിളിച്ചോണ്ട് വരട്ട് മച്ചിക്ക് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പം അതായിരിക്കും അവർ പറഞ്ഞില്ലേ, അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത്. അപ്പം ഓർമ്മയില്ല എന്ന് പറയുന്നത് മേ ബി ഇപ്പൊ നിരീഷ് പറഞ്ഞ പോലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ആ ഒരു സംഭവിച്ചതായിരിക്കാം അല്ലേ? നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവർ പറയുന്നതിൽ എന്തൊക്കെ കള്ളത്തരമുണ്ട്, അല്ലെങ്കിൽ പറയുന്നത് നമുക്കൊരു വിശ്വാസ യോഗ്യത കുറവാണ്. കാരണം സാധാരണക്കാരായി നമുക്ക് തോന്നുമ്പോൾ, കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, അവർ പറയുന്നത് മൊത്തവും കള്ളത്തരമാണ്, മകനെ രക്ഷിക്കാനുള്ള മറ്റെന്തോ ഉടായ്പും കൊണ്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇത്രയും സുഖമില്ലാതെ കിടന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളും ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കുവാണെങ്കിൽ അതും ശരിയാണ്. ഇവിടെ അവർ പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതായത് അവരുടെ മകൻ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അവർ ഇതുവരെ ഡിനൈ ചെയ്യുന്നില്ല. അതൊന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ അത് ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല. അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓർമ്മയില്ലായിരുന്നു, ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവർ മേ ബി അതിനെ തടയാൻ ശ്രമിക്കുമായിരുന്നു എന്നായിരുന്നിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്, നമുക്കതറിയില്ല. പക്ഷേ അവർ പറഞ്ഞതനുസരിച്ച് അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതോടൊപ്പം തന്നെ അവർ ഇതിന് മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെ, അതായത് കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു അവർ ഹോസ്പിറ്റലിൽ കൊണ്ടാകാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അവർ പറയുന്ന ഒരു ചെറിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് പാത്രം കഴിക്കുമെന്ന് നിൽക്കുന്നു എന്നായിരുന്നു ഉമ്മ പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങനെ ആയിരുന്നു എന്നാണ് തോന്നുന്നത് എന്നാണ്. അവർക്ക് ഒരു ക്ലാരിറ്റി കുറവ് അവിടെ ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ന്യൂസ് കണ്ടിട്ടുണ്ട് നിങ്ങൾ. സോ ഈ ഉമ്മയെ കട്ടിലിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ കട്ടിലിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ അത് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് എന്നാണ് അവർ പറയുന്നത്. അഫ്ഫാൻ പിന്നിൽ തന്നെ ഷോള് മുറുക്കിയ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. കട്ടിലിൽ നിന്നാണ് പോലീസുകാർ ഓൾറെഡി എടുത്തുകൊണ്ട് പോയത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നിരീഷും പറയുന്നത്. ഈ വീട്ടിലെ എല്ലാ വിഷയങ്ങളും അഫ്ഫാൻ അറിയാമായിരുന്നു? വീട്ടിലെ എല്ലാ വിഷയവും അഫ്ഫാൻ അറിയാം. നമുക്ക് ഈ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു? സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയതായിട്ടില്ല, കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവനറിയാം, എൻ്റെ ഇളയ മോനറിയാം, നമുക്ക് 3 പേർക്കും അറിയാം. 3 പേരും ഒരുപോലെയാണ് അവിടെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര രൂപയുടെ കടം ഉണ്ടായിരുന്നു ഉമ്മയുടെ ഓർമ്മയിൽ? 10-25 ലക്ഷം രൂപ കടമുണ്ട്. അത് എങ്ങനെയാണ് ഉമ്മ വന്നത്? നമ്മൾ ഈ ലോൺ എടുത്തതൊക്കെയാണോ? ലോൺ എടുത്തത്, പലിശ കൊടുത്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ മാതാവ് ഷെമി ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അതായത് കടങ്ങളുണ്ട്, ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കടങ്ങളുണ്ട്, അതിപ്പോഴും ഉണ്ട്, അത് വീട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മയുണ്ട്. അപ്പൊ ഇടയ്ക്കെടുത്ത് പറയുന്നുണ്ട് ഒരു 3 പേരും കൂടെ ഷെയർ ചെയ്യുന്നത്. അതായത് അഫ്ഫാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. മേ ബി 3 പേരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പിതാമായ റഹീമിനെയും കൂടെ ഉൾപ്പെടുത്തി ആയിരിക്കാം അല്ലെ 3 പേരെന്ന് പറയുന്നത്. എന്താ ഒറ്റയ്ക്കല്ല അഫ്ഫാൻ ഇതൊന്നും ചെയ്തിരുന്നത് എന്ന് ഇവിടെ മാതാവ് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. പറഞ്ഞിരുന്നോ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ചോ, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഈ അഫ്ഫാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഫോണൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന? ഫോണൊക്കെ ഉപയോഗിക്കും, രായും പകലും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. ഗെയിം കളി അങ്ങനെ ഗെയിം കളിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇത്രയും വൈരാഗ്യം അഫ്ഫാന് തോന്നാൻ കാരണം എന്തായിരിക്കും ഉമ്മ എല്ലാവരോടും? അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി പ്രശ്നങ്ങൾ, പാപ്പാക്ക് പിന്നെ വസ്തു വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ചേട്ടനൊക്കെ പറയുമായിരുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ അഫ്ഫാനും അറിയായിരുന്നു? അഫ്ഫാനും അറിയായിരുന്നു. അഫ്ഫാനായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്? അല്ല, വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ 3 പേരും ഷെയർ ചെയ്യുമായിരുന്നു. അല്ലാതെ അവന് മാത്രമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ അഫ്ഫാന് എന്താണ് ഇത്തരത്തിൽ വൈരാഗ്യം ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് റിപ്പോർട്ട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് വീട്ടിലെ ഫാമിലി ഇഷ്യൂസ് ആണ് എന്നുള്ള കാര്യം ഈ ഒരു മാതാവ് ഷെമി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കടങ്ങൾ അവൻ ഒറ്റയ്ക്കല്ല വീട്ടിയിരുന്നത്, 3 പേരും കൂടെ ഷെയർ ചെയ്യുമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ മാതാവ് പറയുന്നത്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇനി വീട്ടിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതും പറയുന്നുണ്ട്, അതും അറിയാമായിരുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്ന കാര്യം വീട്ടിലെ പ്രോബ്ലംസ്, ഈ പൈസയുടെ ഒക്കെ കേസ് വരുന്ന സമയത്ത് അതൊന്നും അഫ്ഫാന്റെ തലയിൽ മാത്രമല്ല, ഞങ്ങൾ 3 പേരും കൂടെ അത് ഷെയർ ചെയ്യാറുണ്ട്
അതോടൊപ്പം തന്നെ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തും വളരെ വളരെ സ്റ്റഡി ആയിട്ട് തന്നെ ഒരു എന്താ പറയുക ഒരു ഹെസിറ്റേഷൻസോ ഒരു സംശയമോ ഒന്നുമില്ല, ഒരു അൺസർട്ടനിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ വളരെ കൂളായിട്ട് കൃത്യമായിട്ട് ആൻസേഴ്സ് പോകുന്നുണ്ട്. ഈ മാതാവായ ഷെമിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുന്ന ഭാഗങ്ങളിലെ പ്രസക്ത ഭാഗങ്ങളിലെ എഴുത്താണ് ഇത്തരത്തിലുള്ള ഒരു അനാലിസിസ് ആയിട്ട് പറഞ്ഞത്. ഇനി അവർക്ക് ഓർമ്മയില്ല എന്ന് പറയുന്ന കുറേ ഭാഗങ്ങളുണ്ട്, അതും കൂടെ നിരീഷ് പറയുന്നുണ്ട്. അത് നമുക്കത് കേട്ടു നോക്കാം. അമ്മേ എന്തെങ്കിലും ഒരു മന്ദത പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വന്നിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഒന്നും ഓർമ്മയില്ല. കാരണം പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല, ഒന്നും ഓർമ്മയില്ല. ഈ ഒരു ഒറ്റ വാക്കുകൊണ്ട്, അതായത് ഈ ഒരു പാറ്റേൺ തന്നെയായിരുന്നു മലയാളികൾക്ക് ഏറ്റവും സംശയമുണ്ടായത്. അതായത് ഓർമ്മയുണ്ട് എന്ന് പറയുന്ന സ്ഥാനത്ത് തൊട്ടടുത്ത നിമിഷം ഒന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഇവർ എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓർമ്മയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ ആ ഒരു വാക്ക് അവർ ഒന്നിലധികം തവണ വളരെ ഷോർട്ട് ടൈമിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കൂടുതലായിട്ടും ആൾക്കാരിൽ ഇങ്ങനെ ഒരു എന്ത് ചോദിച്ചാലും ഓർമ്മയില്ലെന്ന് പറയുന്നു എന്നൊക്കെയുള്ള രീതിയിൽ കമൻസ് അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായം ഉണ്ടാവാനായിട്ടുള്ള ഒരു സാഹചര്യം. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഓരോ കാര്യം. എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു, ഒന്നും ഓർമ്മയില്ല. മേ ബി അവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ സ്വയം കരുതുന്നുണ്ടാവും. അതായത് ക്ലാരിറ്റി കുറവുള്ള കാര്യങ്ങൾ ഒരു മീഡിയയുടെ മുമ്പിൽ പറഞ്ഞേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല, അത്ര ഉറപ്പില്ല, ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ പറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അതൊരു കാര്യം. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ളത് നമുക്ക് പോകാൻ മനസ്സിലാവും. ഇതാണ് നിരീഷ് പറയുന്ന കാര്യങ്ങൾ. അതായത് അവർക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞത്, അതായത് അവർക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് ക്ലാരിറ്റി അത് ആണോ അല്ലെങ്കിൽ അതങ്ങനെ സംഭവിച്ചോ എന്നുള്ള കാര്യത്തിന് അവർക്ക് തന്നെ വ്യക്തതയില്ല. അതാണ് അവർ ഇത്തരത്തിൽ ഓർമ്മയില്ല അല്ലെങ്കിൽ ഓർമ്മയുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു മുഴുനീളം ഈ ഒരു ഇന്റർവ്യൂവിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിച്ചത് തന്നെ. അതിനു മുൻപ് ഈ ഉമ്മ എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തിരുന്നോ? കുടിക്കുകയോ ചെയ്തതെന്നുള്ള ഓർമ്മയില്ല. കഴിച്ചാലെന്ന് തോന്നുന്നു. കാരണം എനിക്കൊരു ഓർമ്മയില്ല, അതിനെ പറ്റി ഒരു ഓർമ്മയില്ല. പിന്നെ എനിക്ക് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ അന്ന് നടക്കൂലായിരുന്നു, ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ നടക്കൂലായിരുന്നു. കാരണം എനിക്ക് ഓർമ്മയില്ലാതെ പോയി. എനിക്ക് റഹീമിക്കായിട്ട് പറഞ്ഞു ഞാൻ കേട്ടതാണ്, ഈ എന്തോ കലക്കി അങ്ങനെ എന്തോ എനിക്ക് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല അതിനെപ്പറ്റി. ചായ കുടിച്ചിരുന്നു? ചായ കുടിച്ചായിരുന്നു. അത് അസാനെ കൊണ്ടുവിട്ടതിന് വന്നതിന് ശേഷം? അസാനൊക്കെ കൊണ്ടുവിട്ടതിന് വന്നതിന് ശേഷം കഴിച്ച് ചായ കുടിച്ചു. ശരിക്കും ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ അഫാൻ ഇവർക്ക് എന്തോ എന്താ പറയണ മയക്കാനായിട്ട് എന്തോ മരുന്ന് കലക്കി കൊടുത്തു എന്നുള്ള കാര്യം ഇവർ തന്നെ റഹീമിനോട് പറഞ്ഞു എന്നാണ് ഇവിടെ റിപ്പോർട്ടർ പറയുന്നത്. ഈ ഒരു കാര്യം ഞാൻ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഇത്തരത്തിൽ ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചു എന്നുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ഇവിടെ അവർ തോന്നുന്നു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ തോന്നുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് അവർ അൺസെർട്ടനിറ്റി, അവർക്ക് ഷുവർ അല്ല ആ കാര്യങ്ങളെപ്പറ്റി, അവർക്കൊരു ക്ലിയർ പിക്ചർ ഇല്ല. അവിടെ തന്നെയാണ് അവർ കൂടുതലായിട്ട് എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല, എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല, അതിൻ്റെ കാരണം എനിക്ക് ഓർമ്മയില്ല, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഓർമ്മയില്ല എന്ന് പറയുന്ന ഒരു വാക്ക് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് അൺസെർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ്. ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും നമ്മൾ പൊതുവെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു യൂസേജസ് ഉണ്ടാവും, ഒരു ആക്സെന്റ് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. നമുക്കൊരു പേഴ്സണൽ ഡിക്ഷണറി എന്ന് പറയാം. നമ്മുടെ എല്ലാ ഡിക്ഷണറിയിലും നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്ക് ലേബൽ ചെയ്യുന്ന ചില വാക്കുകളുണ്ടാവും. അത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുത്ത തനിയെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ആയിരിക്കും. സോ ഈ ഓർമ്മയില്ല എന്ന് പറയുന്ന വാക്കിന് ഈ ഒരു എൻ്റയർ വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻസ്. ഒരു പക്ഷേ ഇവിടെ നിരീഷ് പറയുന്ന സത്യമായിരിക്കും. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് എന്താ പറയുക സൈക്കോളജി പരമായിട്ട് നമുക്കത് ചിന്തിക്കാൻ അറിയില്ല. മേ ബി ഇവർക്ക് ആ ഒരു പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണ് എന്നാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. പറ്റാത്ത കടമുണ്ടായിരുന്നു? ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. ഇത്രയൊക്കെ ഉള്ളായിരുന്നു കടങ്ങൾ. ഉമ്മ ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഉമ്മ എല്ലാം അറിഞ്ഞോ? എനിക്ക് എൻ്റെ കൊച്ചു അതൊക്കെ ചെയ്തതെന്ന് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല വിശ്വസിക്കാൻ. എനിക്ക് പറ്റുന്നില്ല അത് വിശ്വസിക്കാൻ. ഇവിടെ ഈ ഒരു മകൻ ഇത്തരത്തിൽ ചെയ്തു എന്ന് ഇപ്പോഴും ആ ഒരു മാതാവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഓൾറെഡി പിതാവ് തന്നെ തകർന്ന മട്ടിലാണ്. നമ്മൾ ഓൾറെഡി ഒരു കേസും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ തന്നെ അഫാൻ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു എന്നൊക്കെ നമുക്ക് മുന്നിലുണ്ടായിരുന്ന കുറേ ചോദ്യങ്ങൾ തന്നെയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ മാതാവായ ഷെമിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതും കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതിനും കിട്ടിയിട്ടില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നിരീഷ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. ഇവിടെയും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്നൊരു രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഈ ഓർമ്മയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വാക്കുകളും ഇവിടെ, അതായത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് അവിടെ വരുന്നുണ്ട്. സോ അവിടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് ഈ ഭാഗങ്ങളിലെല്ലാം അവർ കാണിക്കുന്നത്. അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റിലും ആ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പാറ്റേൺ അല്ല, അവർ സംസാരിക്കുന്ന രീതിയിൽ, അവരുടെ ലാംഗ്വേജ് പാറ്റേണിലും ആ ഒരു റെപ്പിറ്റേഷൻ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ആ ഒരു മാതാവ് വിശ്വസിക്കുന്നത്. അപ്പൊ തന്നെ ഇളയ മകൻ മരിച്ചു അല്ലെങ്കിൽ മൂത്തവൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ആ സംഭവം നടന്നു കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ നിരീഷ് പറയുന്നത്. പോലീസിന് വിവരം കിട്ടുന്നുണ്ട്, അഫാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കുടുംബം ഒന്നാകെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള സത്യമായിരുന്നു?
കുടുംബം ഒന്നാകെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം എന്നാണ് പറഞ്ഞത്. വസ്തു വിറ്റാൽ കടമൊക്കെ തീരുമായിരുന്നു. ഇവിടെയും അവർ ഒരേ കാര്യം തന്നെ, അതായത് സൂസൈഡിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കടം വീട്ടുന്ന കാര്യം പറയുമ്പോഴും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നിതീഷ് പറയുന്നത് ഇവിടെ മാതാവായ ഷെമിയുടെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. റിപ്പീറ്റേഷൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ. അതായത് തന്റെ മകൻ ഇത്തരത്തിൽ ചെയ്തു എന്ന് ആ ഒരു മാതാവ് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇളയ മകനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അതും ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല എന്നാണ് പറയുന്നത്. അഫാനോട് അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് അഫാനോട് ക്ഷമിക്കാൻ, എൻ്റെ പൊന്നപ്പയെ കൊന്നില്ല അവൻ. എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. എൻ്റെ പൊന്നെ കൊന്നളഞ്ഞു. അവസാനല്ലേ? അവസാനം കൊന്നളഞ്ഞു. എനിക്ക് പറ്റൂല. എനിക്ക് ക്ഷമിക്കാൻ. എൻ്റെ കൊച്ചിനെ കൊന്നളഞ്ഞു. ഇവിടെ അവർ ഫോളോ ചെയ്യുന്ന സെയിം പാറ്റേൺ. അതായത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. അതിനോടൊപ്പം തന്നെ ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല എൻ്റെ കൊച്ചിനോട് എന്ന് പറയുന്നുണ്ട്. അതായത് അവർക്ക് അവരുടെ മകനെ അതുപോലെ ഇഷ്ടമായിരുന്നു, അതോടൊപ്പം തന്നെ മറ്റേ കുഞ്ഞിനെ കൊന്നു എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്. ഇത് റിയാലിറ്റി ആണോ അല്ലെങ്കിൽ ഇത് ഫിക്ഷണൽ ആണോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു മെന്റൽ സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ വരുമ്പോൾ, അൺസർട്ടൺ ആയിട്ടുള്ള ഏരിയ വരുമ്പോൾ അവരുടെ ലാംഗ്വേജ് പാറ്റേൺ എൻ്റയർ ആയിട്ട് ഡിഫറൻറ്റ് ആകുന്നത്. അവർക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ അവരെങ്ങനെയാണ് സംസാരിച്ചതെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടതാണ്. സോ ഇതൊരു സഡൻ ചേഞ്ച് ആണ്. ഈ ഒരു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്ന സമയത്ത് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അഫാൻ ഇത്തരത്തിൽ ചെയ്തത് എന്നുള്ളത്. പിന്നീടാണ് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യം കണ്ടത്. കടബാധ്യത തന്നെയായിരുന്നു കാരണം. ഈ കടബാധ്യത കാരണം അഫാനും അതുപോലെ ഉമ്മായും മകനും എല്ലാവരും ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു അഫാൻ പോലീസുകാരോട് മൊഴി പറഞ്ഞത്. എന്നാൽ ഇതിനുശേഷം പിതാവിനോടും ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിതാവും പറഞ്ഞിരുന്നത്, പിതാവിനോടും ഇതുപോലെ ആത്മഹത്യയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് വസ്തു വെച്ച് കടങ്ങൾ വീട്ടാവുന്നതേ ഉള്ളൂ, അങ്ങനെ ഒരു ആത്മഹത്യ വെക്കിലേക്ക് പോകേണ്ടതത്ര കടമകൾ ഇല്ല എന്നാണ്. എന്നാൽ ഇവിടെ മാതാവായ ഷെമി പറയുന്നതോ ഇവിടെ ആത്മഹത്യ ചെയ്യാനായിട്ട് അവർ പ്ലാനിങ്ങേ ഇല്ലായിരുന്നു, അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. വസ്തു വിറ്റ് തന്റെ കടങ്ങൾ തീർക്കാനുള്ള അത്ര കടങ്ങളേ ഉള്ളൂ എന്നിവിടെ മാതാവ് എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങൾക്കും ക്ലാരിഫിക്കേഷൻ ഇനിയും കിട്ടാനുണ്ട്. മകനൊന്ന് പറയുന്നു, പിതാവും മാതാവും വേറൊന്ന് പറയുന്നു. അപ്പം ആത്മഹത്യ ശ്രമത്തിന് വേണ്ടിയിട്ടായിരുന്നോ അതോ എന്തിനാണ്? അതായത് ആത്മഹത്യ ചെയ്താൽ 3 പേരും കൂടെ മരിക്കാനായിരുന്നു പ്ലാന്. പക്ഷെ അതിന് പകരം നിരപരാധികളായ മറ്റുള്ളവരെ കൊലപ്പെടുത്തി അത് വളരെ ബ്രൂട്ടലി ആയിട്ടാണ് അഫാൻ ഈ ഒരു കൊലപാതകം ചെയ്തത്. ഈ വലിയ സ്നേഹമായിരുന്നില്ലേ അഫാന് നമ്മുടെ ഇളയ മോനോട്? അഫ്സാനോട് ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ എങ്ങനെയായിരുന്നു അവന്? എൻ്റെ 2 പേരുടെ 3 പേരുടെ നമ്മൾ 3 പേരും നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത്. നല്ല സ്നേഹമായിരുന്നു. പിന്നെ എൻ്റെ കൊച്ചിന് എന്തൊരു പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയും സ്നേഹമായിരുന്നു ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആവുന്നു. ദെൻ ആ സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. അഗൈൻ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ് അവരുടെ മൈൻഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഇന്റർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ബിഹേവിയർ ചേഞ്ച് ആവുന്നുണ്ട്. നീ ഇപ്പം എങ്ങനെ കാര്യം ജീവിതത്തിന് താളം തെറ്റി? ഉമ്മയ്ക്ക് ഇനി പേരുമലല്ലോ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല, പേരുമലല്ലോ ഇതിൽ പോകാൻ പറ്റില്ല. എൻ്റെ കൊച്ചുങ്ങളില്ലാത്തടത്ത് ഞാൻ പോകില്ല. ഞാൻ 2 ഇടത്തും ഞാൻ പോകില്ല. എൻ്റെ 2 കൊച്ചുങ്ങളില്ലാത്തടത്ത് ഞാൻ പോകില്ല. എൻ്റെ കൊച്ചുങ്ങളുണ്ടെങ്കിലേ ഞാൻ പോകുള്ളൂ. അതായത് അവർ പഴയ വീട്ടിലോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പോകില്ല. അവർ വീണ്ടും ആ ഒരു വേർഡ് ഒരു സ്പെസിഫിക് വേർഡ് അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്നു, എൻ്റെ കൊച്ചുങ്ങളുള്ളിടത്തേ ഞാൻ പോകുള്ളൂ. കൊച്ചുങ്ങളുള്ളിടത്ത് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴും അവർ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവർ വിശ്വസിക്കുന്നില്ല. അവരുടെ ഒരു മകൻ ഇത് ചെയ്തു, രണ്ടാമത്തെ മകൻ മരണപ്പെട്ടു എന്നുള്ള ഒരു കാര്യം അവർ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്നില്ല. കൊച്ചുങ്ങളില്ലാത്തടത്ത് പോകില്ല എന്ന് പറയുന്നത് തന്നെ കൊച്ചുങ്ങളുണ്ടെങ്കിലേ ഞാൻ പോകുള്ളൂ, വിച്ച് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളൊരു കാര്യം അവരിപ്പോഴും അംഗീകരിച്ചിട്ടില്ല. സോ ആ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ട് തന്നെയാണ് അവരുടെ ഇത്രയും ഏരിയയിലുള്ള പാറ്റേൺ ഇതുപോലെ ഇരിക്കുന്നത്. അവർക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പം നിലവിൽ നമുക്ക് 10-25 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. ഈ നമ്മൾ പലിശക്കൊക്കെ എടുത്ത് എവിടെ നിന്നാവും? അതൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ ഉണ്ട്. കുഞ്ഞുമാരുടെ നിന്നും പിന്നെ അനിയത്തിയുടെ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കാറൊക്കെ അവസാനം വിറ്റായിരുന്നു. കാർ വിറ്റായിരുന്നു. അതൊക്കെ കടം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊക്കെ വളരെ ക്ലീൻ ആയിട്ട്, വളരെ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾ വളരെ ക്ലീൻ ആയിട്ട്, വിത്തൗട്ട് ഹെസിറ്റേഷൻ, വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ ബിഹേവിയർ, നോർമൽ ബിഹേവിയർ അവർ പറയുന്നുണ്ട്. പക്ഷേ നിരീഷ് പറയുന്ന കാര്യങ്ങൾ അവിടെ സത്യമായിരിക്കാം. ഇത്രയും വലിയൊരു ആഘാതം തന്നെയാണ് ഒരു കുടുംബത്തിന് ഏറ്റതും മനസ്സിനും ഏറ്റത്. മനസ്സിനും ഏറ്റ ആഘാതമാണല്ലോ ഏറ്റവും വലിയ മുറിവായിട്ട് തോന്നുന്നത്. അത് ആ പിതാവിനാണ് ഏറ്റവും വലിയ മുറിവുണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? മാതാവിനേക്കാളും ഏറ്റവും വേദനിക്കുന്നതും ആ ഒരു പിതാവ് തന്നെയാണ്. ഇപ്പോൾ അവരുടെ ഹെൽത്ത് ഇഷ്യൂസും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അവർ പറയുന്ന കാര്യങ്ങളിൽ മറ്റ് സാധാരണക്കാരെ നമുക്ക് പോലും വിശ്വാസം വരാത്തത്. പക്ഷെ അതിനെക്കുറിച്ച് നിരീക്ഷ ഇവിടെ വളരെ ആ ഒരു അനാലിസിസ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടത്തിയിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം. പൈസ ഇട്ട് കൊടുത്തു. അത് ഇതൊക്കെ റോളൊക്കെ അടച്ചതാണ്. എന്താണ് റോളൊക്കെ അടച്ചത്? റോളിംഗ് പൈസ റോൾ ചെയ്തല്ലേ? അതൊക്കെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതൊക്കെ അറിയാമായിരുന്നു കാര്യങ്ങളെല്ലാം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർ ഹൈഡ് ചെയ്യുന്നില്ല. അവർ കൃത്യമായിട്ട് തന്നെ അതിന് ആൻസർ പറയുന്നത്. അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഈ ഫർസാന എന്നൊരാൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളല്ല. ഫർസാന പുറത്തുനിന്നുള്ള ഒരാളാണ്. ഈ ഫർസാനയുടെ കാര്യങ്ങളൊക്കെ ഉമ്മയോട് പറഞ്ഞിരുന്നു.
2 വർഷം കൊണ്ട് അവർ പരിചയക്കാരാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല പരിചയമാണ് രണ്ടുപേരും. ഈ ഫർസാനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നു അഫാന്? അപ്പന് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ദേഷ്യത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ദേഷ്യമില്ലായിരുന്നു പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ സംശയം, കാരണം കടങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഓർമ്മയില്ല, ക്ഷമിക്കൂല, എടുക്കൂല, എന്തൊക്കെയാണെന്ന് അറിയില്ല. അതിലൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും സംശയം ഉണ്ടായത്. കാരണം ഇവർ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടോ ഇല്ലയോ, കള്ളത്തനമാണോ പറയുന്നത്, ഇനിയും അവർ കോടതിയിൽ ചെന്നാൽ മൊഴി മാറ്റാനുള്ള സാധ്യതയുണ്ട്, മകനെ രക്ഷിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടതാണല്ലോ, ഇപ്പോഴും കട്ടിലിൽ നിന്ന് വീണു എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. ഇനി അതിനെ തന്നെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് അത് സത്യമാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം മുതലേ ഇവർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് തീർക്കാനാണോ എന്നും അറിയില്ല. എന്തായാലും ശരി, ഇത്തരം കുറെ കാര്യങ്ങൾ തന്നെ, കാരണം ചില കാര്യങ്ങൾ അവർ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നിരീഷ് പറയുന്ന ആ കാര്യങ്ങളിലൊക്കെ വളരെ അവർക്ക് ആ ഒരു ക്ലാരിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് അവർ ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ പറയുന്നതെന്ന്. എന്നാൽ മലയാളികൾക്കും ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. കാരണം മകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കൊന്നും ഓർമ്മയില്ല. പക്ഷേ ഇത്തരം കടങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോട് കടം വാങ്ങിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ട് അവർ കറക്റ്റായിട്ട് തന്നെയാണ് പറയുന്നത്. ഇനി ഈ ഒരു എൻ്റെ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് പോകാം. ഞാൻ ഈ ബിഹേവിയർ ചേഞ്ചസ് കാണിച്ചെന്തോന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിലൂടെ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ, അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, ഇവർ പറയുന്നത് എത്രത്തോളം കറക്റ്റാണ്, അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ഡിസെപ്ഷൻസ് കാണിക്കുന്നുണ്ടോ എന്നൊക്കെയോ, അല്ലെങ്കിൽ അവർ പറയുന്നത് ആക്ച്വലി അവർ എന്താണ് മീൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങളിലോട്ടൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു എൻ്റെ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് പോകാം. എന്താ അത്? എന്താ ഫോണിൽ നിന്ന് പറയുമ്പോൾ ഫോണിൽ ആപ്പാണോ? ഫോൺ ആപ്പ് അവിടുന്ന് പൈസ എടുക്കുമായിരുന്നു? അതെന്ന് വെച്ചാൽ അറിയാൻ വയ്യ, മറന്നുപോയി. എത്ര രൂപ എടുത്തിട്ടുണ്ട്? അതായത് ഇവിടെ ഫോണിൻ്റെ ആപ്പ് അവിടുന്ന് പൈസ എടുക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അറിയില്ല, അല്ലെങ്കിൽ അറിയാൻ വയ്യ, മറന്നുപോയി എന്നുള്ളതാണ്. അതായത് നേരത്തെ അവർ അൺക്ലിയർ ആയിട്ടുള്ള, അവർക്ക് അൺസർട്ടൺ ആയിട്ടുള്ള, അൺഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയാൻ ഉദ്ദേശിച്ച ഒരു വാക്കെന്ന് പറയുന്നത് ഓർമ്മയില്ല എന്നുള്ളതാണ്. ഇവിടെ അവിടുന്ന് മാറി അറിയില്ല, മറന്നുപോയി എന്നുള്ള ഒരു പുതിയൊരു വാക്ക് വന്നുണ്ട്. ഇതൊരു സഡൻ ചേഞ്ചാണ് അവരുടെ പേഴ്സണൽ ഡിക്ഷണറിയിലുള്ള വാക്കിൻ്റെ അതായത് അവർ അറിയില്ല എന്ന് അല്ലെങ്കിൽ മറന്നുപോയി എന്ന് പറയുന്നത് ഓർമ്മയില്ല എന്ന് പറയുന്നതും തമ്മിൽ എന്തോ ഒരു ഡിഫറൻസ് അവർക്ക് ഇന്റേണലി ഉണ്ട്. അതുകൊണ്ടാണ് അവരിവിടെ 2 വാക്കുകൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ബാക്കി നോക്കാം. എത്ര രൂപ എടുത്തിട്ടുണ്ട്? അറിയില്ല, ലോണായിട്ട് എടുക്കുമായിരുന്നു. കുറെ പൈസ എടുക്കുമായിരുന്നോ? അതും അറിയില്ല, ലോണായിട്ട് എടുക്കുമായിരുന്നു പൈസ. ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കുമായിരുന്നല്ലേ? അവരെന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടോ? അല്ല, വിളിക്കുമായിരുന്നു. അന്ന് വിളിച്ചായിരുന്നു, ഫോണിൽ നിന്ന് വിളിച്ചായിരുന്നു അവര്. അതായത് ഈ 24-ാം തീയതി 24-ാം തീയതി രാത്രിയും വിളിച്ചായിരുന്നു, രാത്രിയും വിളിച്ചായിരുന്നു, തലേദിവസവും വിളിച്ചായിരുന്നു, പിറ്റേന്നും വിളിച്ചായിരുന്നു. ഇപ്പൊ അപ്പാന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഇവർ വിളിച്ചു അടയ്ക്കാന്ന് പറഞ്ഞു, പൈസ അടയ്ക്കാന്ന് പറഞ്ഞു. തലേദിവസം വിളിച്ച് പറഞ്ഞു ഇനി ഇത്രയും ദിവസം ഒരു കറക്റ്റ് ആയിരുന്നല്ല, പിന്നെ അടയ്ക്കാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അടയ്ക്കാൻ, പിറ്റേന്ന് അടയ്ക്കാന്ന് പറഞ്ഞു. ഫോൺ ആപ്പ് ചെയ്യുന്നായിരുന്നല്ലേ? ഫോൺ ആപ്പാണ്. അത് തന്നെ. ടെൻഷൻ ഉണ്ടായിരുന്നു അഫാൻ ആ സമയത്ത് തലേദിവസം വിളിക്കുമ്പോഴൊക്കെ? ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചേ മക്കളെ അതെന്ന് വെച്ചാൽ പറഞ്ഞ് ഫോൺ ആപ്പിൽ നിന്നാണ് പൈസ എടുത്തത് എന്തെന്നാ പറഞ്ഞു തന്നിട്ട്. അതായത് ഇവിടെ പറയുന്നൊരു കാര്യം, ഫോൺ ആപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ അവർ ആദ്യമേ പറയുന്നത് അവർക്ക് അറിയില്ല, മറന്നുപോയി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇതിനെ ബേസ് ചെയ്ത് ഫോൺ ആപ്പിൽ നിന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയായിരുന്നെന്ന് ചോദിക്കുന്ന സമയത്ത് എഗെയിൻ ആ ഒരു ന്യൂട്രൽ ബിഹേവിയറിൽ നിന്ന് ഒരു സഡൻ ഹൈ പിച്ചിലേക്ക് അവരുടെ വോയിസ് മാറി, അവരുടെ എനർജി കംപ്ലീറ്റ്ലി ചേഞ്ചായി. അന്ന് വിളിച്ചായിരുന്നു, തലേദിവസം വിളിച്ചായിരുന്നു, പിറ്റേ ദിവസം വിളിച്ചായിരുന്നു. എക്സ്ട്രാ ഇൻഫർമേഷൻസ്, അതായത് നമ്മൾ ചോദിക്കാത്ത എക്സ്ട്രാ ഇൻഫർമേഷൻ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട്, അവർ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് നീ ഇത്ര നാൾ പൈസ കൃത്യമായിട്ട് അടച്ചതാണല്ലോ, പിന്നെ എന്തുകൊണ്ട് അടച്ചില്ല എന്ന് അങ്ങനെ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇത് അഫാൻ പറഞ്ഞതാണ്. അതായത് ഫോണിലൂടെ സംസാരിച്ചത് എന്താണ്, അവരെന്താണ് ചോദിച്ചത്, അത് അഫാൻ പറഞ്ഞുള്ള അറിവാണ് അഫാൻ്റെ അമ്മയ്ക്കുള്ളത്. അങ്ങനെ ഒരു സഡൻ അവർക്ക് ഇത്ര പെട്ടെന്ന് അവിടെ ആ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം ഓർമ്മ വരണം എന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ഓഫ് ദെയർ. അതായത് അവിടെ ആ ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഹോട്ട്സ്പോട്ടാണ്. ഒരു നല്ലൊരു ഇൻ്റർവ്യൂവർ ആണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അവർക്ക് ആ ഒരു ഇൻഫർമേഷനിൽ നിന്ന് ബാക്കിയുള്ള ഭാഗത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എക്സാക്ട് ഹോട്ട്സ്പോട്ടാണ് ഈ ഒരു ഭാഗം. ഇപ്പോൾ നിരീഷ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, കാരണം അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമുണ്ട്. അപ്പം ഒരാളുടെ ശരീരഘടന അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ വെച്ചൊക്കെ തന്നെ അയാൾ പറയുന്നത് എത്രത്തെ സത്യമുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതൊക്കെ ഏകദേശം അത് ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെ പോലുള്ള ആളുകൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. നമ്മൾ സാധാരണ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. അഫാൻ എന്ത് ക്രൂരമായിട്ടാണ് ആ 5 പേരെ കൊലപ്പെടുത്തിയത്. നിരപരാധികളായ 5 പേര് മരണപ്പെടുകയും അതായത് മരിക്കാൻ തീരുമാനിച്ചവർ രക്ഷപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതിൽ അഫ്സാനും ഫർസാനും ആ ഒരു മുമ്മായും അതുപോലെ തന്നെ പിതൃ സഹോദരനും അവരുടെ വൈഫ്, ഇവരൊക്കെ എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തത്? കടം ചോദിച്ചിട്ട് കടം കൊടുത്തില്ല എന്നുള്ള തെറ്റാണോ? അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ എത്രയോ കൊലപാതകങ്ങൾ എത്രയോ കുടുംബങ്ങളിൽ നടക്കേണ്ടതാണ്.
അപ്പം അഫാന് ഇനിയെങ്കിലും പുറത്തിറങ്ങാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ഇപ്പോൾ അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കൊടുത്തിരിക്കണം. അതിപ്പോ നിയമവ്യവസ്ഥ അത് തന്നെ പാലിക്കണം. 23 വയസ്സോ അല്ലെങ്കിൽ 72 വയസ്സോ ഇതൊന്നും അല്ല കണക്ക് കൂട്ടേണ്ടത്. തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. ഇനി മുൻപ് ഓർമ്മയുണ്ടല്ലോ കഷായം ഗ്രീഷ്മയുടെ കേസിലെ കഷായം ഗ്രീഷ്മ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, എനിക്ക് ഇത്രയും വയസ്സാണ്, 14 വർഷം കഴിയുമ്പോൾ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും, അതിനുശേഷം ഞാൻ സുഖമായിട്ട് ജീവിച്ചോളാം എന്ന്. ആ ഒരു പുള്ളിക്കാരി വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അവിടെ തേഞ്ഞൊട്ടിപ്പോയി തൂക്കുകയർ തന്നെയാണ് വിധിച്ചത്. പിന്നെ ഇനിയിപ്പം മുകളിലോട്ടൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ശിക്ഷയിൽ ഇളവ് കിട്ടുന്നോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ പിന്നത്തെ കാര്യം. അതുപോലെ തന്നെ അഫ്സാൻ എന്ന ഈ ഒരു ക്രിമിനലിന് അതിനുള്ള വക വരുത്തരുത്. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതൊരു കൊച്ചുകുട്ടിയുടെ ഒരു മനസ്സല്ല. അവനൊരു പക്വതയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രായം തന്നെയാണ്. ഇനി പുറത്തിറങ്ങിയാലും അവൻ ഇതേ തന്നെ ആവർത്തിക്കില്ല എന്നുള്ളത് എന്ത് ഗ്യാരണ്ടിയാണ് ഈ ഒരു നിയമവ്യവസ്ഥയ്ക്ക് തരാൻ കഴിയുക? അതുകൊണ്ട് തന്നെയാണ് ഇവന്റെ ഇവൻ ജയിലിൽ കാണിക്കുന്ന നല്ല നടപ്പ് ഇതൊക്കെ ഒന്നും മാനിക്കാതെ അവന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തു തന്നെ ഈ ഒരു നല്ലൊരു മെസ്സേജ് തന്നെ സമൂഹത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കേണ്ടതാണ്.